ബാംഗ്ലൂരിൽ വന്ന് കച്ചവടം ചെയ്താൽ കോടീശ്വരനാവാൻ പറ്റുമെന്ന് മലയാളികൾക്കറിയാമെങ്കിലും ഇവിടെയുള്ള ഉയർന്ന വാടക പലരെയും നിരുത്സാഹപ്പെടുത്തുന്നു. എന്നാൽ ബാംഗ്ലൂരിൻ്റെ തെക്ക് ഭാഗത്തുള്ള കനകപുര റോഡ് വാടക കുറഞ്ഞതും എന്നാൽ ഉയർന്ന കച്ചവടം കിട്ടുന്നതുമായ ഒരു സിറ്റി പ്രദേശമാണ്. പണ്ടുകാലത്ത് ബാംഗ്ലൂരിൻ്റെ തെക്കേ അതിർത്തി ജയനഗർ ആയിരുന്നുവെങ്കിലും പിന്നീട് 11 കിലോമീറ്ററോളം തെക്ക് ഭാഗത്തേക്ക് വമ്പിച്ച വികസനം ഉണ്ടായിട്ടുണ്ട്. ജയനഗറിന് തെക്ക് ഭാഗത്തുള്ള പ്രദേശത്തെ കനകപുര റോഡെന്നും ആലങ്കാരികമായി സൗത്ത് ഓഫ് സൗത്ത് എന്നും വിളിക്കാറുണ്ട്. ജയനഗർ മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞാൽ രാഷ്ട്രീയ വിദ്യാലയ, ബനാശങ്കരി, JP നഗർ, എലച്ചനഹള്ളി, കൊണാണക്കുണ്ടെ ക്രോസ്, ദൊഡ്ഡക്കല്ലസന്ദ്ര, വജ്രഹള്ളി, തലഘട്ടപുര, സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ മെട്രോ സ്റ്റേഷനുകളുണ്ട്. സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബാംഗ്ലൂരിലെ അവസാനത്തെ മെട്രോ സ്റ്റേഷൻ. വണ്ടി ഇവിടെ നിന്ന് തിരിച്ച് മെജസ്റ്റിക്കിലേക്ക് പുറപ്പെടുന്നു. കനകപുര റോഡിൽ വമ്പിച്ച സാമ്പത്തിക വികസനമുണ്ടായതുകൊണ്ട് ഈ പ്രദേശത്ത് ധാരാളം ഫ്ലാറ്റുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഉയർന്നു വന്നിട്ടുണ്ട്. ഫോറം മാൾ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റാണ്. ഫോറം മാളിലെ തിക്കും തിരക്കും കണ്ടാൽ തന്നെ ഈ ഭാഗത്തെ സാമ്പത്തിക അഭിവൃദ്ധി മനസ്സിലാക്കാൻ പറ്റും. കൊനാനക്കുണ്ടെ ക്രോസ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഫോറം മാളിൻ്റെ സ്ഥാനം. മനോഹരമായ കല്ലുകളുടെ ആകൃതിയിലുള്ള ഇരിപ്പിടങ്ങളാണ് ഈ മാളിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുപോലെ പച്ച നിറത്തിലുള്ള ഇലകൾ കൊണ്ട് അലങ്കരിച്ച ഒരു ടവർ മാതൃകയിലുള്ള കോഫി ഷോപ്പും ഇവിടെയുണ്ട്. ലുലു സൂപ്പർ മാർക്കറ്റിൻ്റെ ഡെയിലി ഫ്രഷ് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട്. നല്ല വിസ്താരവും വലുപ്പവുമുള്ള ഒരു ലുലു സൂപ്പർ മാർക്കറ്റാണ് ഫോറം മാളിൻ്റെ അകത്തുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലുലു സൂപ്പർ മാർക്കറ്റിൻ്റെ സ്ഥാനം. അതിനു പുറമെ ജാപ്പാനീസ് റെസ്റ്റോറൻറ്റുകളും പഞ്ചാബി ഗ്രിൽ പോലെയുള്ള റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. ആന്ധ്രാപ്രദേശിലെ തെലുങ്കു ശൈലിയിലുള്ള ഭക്ഷണത്തിന് പ്രത്യേകമായ റെസ്റ്റോറൻറ്റും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കാവുന്ന ചുരുക്കം സൂപ്പർ മാർക്കറ്റുകളിൽ ഒന്നാണ് ഫോറം സൂപ്പർ മാർക്കറ്റ്. ഏതാനും സിനിമാ തിയേറ്ററുകളും ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ക്രോസ്വേഡ് കമ്പനിയുടെ ഒരു ബുക്ക് സ്റ്റാളും ഇവിടെയുണ്ട്. എപ്പോഴും നല്ല തിരക്കാണ് ബുക്ക് സ്റ്റാളിൻ്റെ ഉള്ളിൽ. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് പോലെയുള്ള ബ്രാൻഡഡ് സൂപ്പർ മാർക്കറ്റുകളും ഈ മാളിൻ്റെ ഉള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മാളിൻ്റെ മുൻഭാഗത്ത് ധാരാളം ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുള്ള സ്ഥലങ്ങളിൽ കസ്റ്റമേഴ്സ് ഇരിക്കുകയും ചായ കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഫോറം മാളിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന കനകപുര റോഡ് പിന്നീട് 3 മെട്രോ സ്റ്റേഷനുകൾ കൂടി പിന്നിട്ട് സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിൽ കൂടി കനകപുരയിലേക്ക് കടന്നു പോകുന്നു. സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് വെച്ചാണ് കനകപുര റോഡ് നൈസ് റോഡുമായി സംഗമിക്കുന്നത്. ഈ 2 റോഡുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് ഒരു ടോൾ ഗേറ്റും ധാരാളം പച്ചപ്പുള്ള പ്രദേശങ്ങളുമുണ്ട്. മെജസ്റ്റിക്കിൽ നിന്ന് 16 കിലോമീറ്റർ ദൂരമുണ്ട് സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് മെട്രോ സ്റ്റേഷനിലേക്ക്. കാറിൽ യാത്ര ചെയ്യുമ്പോൾ 1 മണിക്കൂറിലധികം സമയം വേണ്ടിവരും. എന്നാൽ നൈസ് റോഡ് വഴി കാർ ഓടിക്കുകയാണെങ്കിൽ 40 മിനിറ്റ് മതിയാകും. മെട്രോയിൽ 31 മിനിറ്റാണ് എടുക്കുന്നത്. 2 സ്റ്റേഷനുകൾക്കിടയിൽ മെട്രോ വണ്ടികൾ 100 സെക്കൻഡ് മാത്രമേ എടുക്കാറുള്ളൂ. ഓരോ സ്റ്റേഷനിലും 15 സെക്കൻഡ് മാത്രമേ മെട്രോ വണ്ടികൾ നിർത്തിയിടാറുള്ളൂ. അതുകൊണ്ട് യാത്രക്കാർക്ക് ഇറങ്ങുവാനും കയറുവാനും വേണ്ടത്ര സമയം കിട്ടാറില്ലെങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ ദൂരം എത്തിച്ചേരാൻ മെട്രോ വണ്ടികൾക്ക് സാധിക്കുന്നുണ്ട്. മജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ വമ്പിച്ച തിരക്കുള്ളതുകൊണ്ട് 60 സെക്കൻഡോളം വണ്ടി നിർത്തിയിടാറുണ്ട്. ധാരാളം മലയാളികൾ ഇപ്പോൾ തന്നെ കനകപുര റോഡിൽ കച്ചവടം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 5 കിലോമീറ്റർ കനകപുര റോഡിൽ യാത്ര ചെയ്താൽ ശ്രീ രവിശങ്കർ സ്വാമിജിയുടെ ആർട്ട് ഓഫ് ലിവിംഗ് ആശ്രമം കാണാം. ഇൻ്റർനാഷണൽ സെൻറ്റർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ധാരാളം വിദേശികൾ ഇവിടെ വരുന്നുമുണ്ട്. ഇവിടെ നല്ല സൗകര്യങ്ങളുള്ള ഡോർമിറ്ററി ബെഡുകൾക്ക് ദിവസം 3000 രൂപയാണ് വാടക ഈടാക്കുന്നത്. 3 നേരം ഭക്ഷണം സൗജന്യമായി ലഭിക്കുന്നുമുണ്ട്. കനകപുര റോഡിലെ ആർട്ട് ഓഫ് ലിവിംഗ് ആശ്രമം ധാരാളം കയറ്റവും ഇറക്കവുമുള്ള ഒരു ഭൂപ്രദേശം ആയതുകൊണ്ട് 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് തീരെ ഇഷ്ടപ്പെടുകയില്ല. എങ്കിലും അവർ ബാറ്ററി വാഹനത്തിൻ്റെ സൗകര്യം ഇവിടെ സൗജന്യമായി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. അതുപോലെ ധാരാളം മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന KS എഞ്ചിനീയറിംഗ് കോളേജും ഇവിടെ തന്നെയാണ്. കേരളത്തിൽ നിന്നുള്ള MBA വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കുന്നുണ്ട്. കനകപുര റോഡിലെ സ്വദേശി റെസ്റ്റോറൻറ്റ് ഓപ്പൺ എയർ കുടിലുകൾ ഒരുക്കിയിരിക്കുന്നു. കാർ യാത്രക്കാർക്ക് വാഹനം നിർത്തി സമാധാനമായി ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കച്ചവടവും കേരള ശൈലിയിലുള്ള സ്വദേശി റെസ്റ്റോറൻറ്റിൽ ലഭിക്കുന്നുണ്ട്.
കനകപുര റോഡ് ഒരു അപ്പാർട്ട്മെൻറ്റ് ഏരിയയായി അറിയപ്പെടുന്നു. എണ്ണിയാൽ തീരാത്തത്രയും ഫ്ലാറ്റുകൾ ഇവിടെ ഉയർന്നു വന്നു കഴിഞ്ഞു. 4 കോടിയിൽ മീതെ നിരക്കിലാണ് സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുമ്പിലുള്ള ബ്രൗൺ കളറിലുള്ള അപ്പാർട്ട്മെൻറ്റുകൾ വില ഈടാക്കുന്നത്. എങ്കിലും കുറെ കൂടി കുറഞ്ഞ നിരക്കിൽ മറ്റു സ്ഥലങ്ങളിൽ അപ്പാർട്ട്മെൻറ്റുകൾ ലഭ്യമാണ്. ധാരാളം റിച്ച് കസ്റ്റമേഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് അതുപോലെയുള്ള റെസ്റ്റോറൻറ്റുകളും ബൂട്ടിക് ഷോപ്പുകളും ഇവിടെ ഉയർന്നു വന്നു കഴിഞ്ഞു. എങ്കിലും ധനികർ കൂടുതലായി ഷോപ്പിംഗ് നടത്തുവാൻ ജയനഗറിലേക്കാണ് വരുന്നത്. ധാരാളം ഇൻ്റർനാഷണൽ സ്കൂളുകളും ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. പട്ടുനൂൽ പുഴുക്കളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉള്ളതുകൊണ്ടാണ് മെട്രോ സ്റ്റേഷന് ഈ പേര് വന്നത്. എന്നാൽ ഗവൺമെൻറ് ഈ സ്ഥാപനത്തിന് കൊടുത്തിരിക്കുന്ന ഔദ്യോഗിക നാമം കർണാടക സ്റ്റേറ്റ് സെറികൾച്ചർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. സെറികൾച്ചർ എന്ന വാക്കിൻ്റെ അർത്ഥം പട്ടുനൂൽ പുഴു വളർത്തൽ എന്നാണ്. സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള വാക്കാണ് നാട്ടുകാർ ഉപയോഗിക്കുന്നത്. ബാംഗ്ലൂർക്കാർക്ക് ബിരിയാണി വലിയ ഇഷ്ടമായതുകൊണ്ട് ഒരു ബിരിയാണി സെൻറ്റർ തുടങ്ങാൻ പറ്റുമെങ്കിൽ ഇഷ്ടം പോലെ കാശുണ്ടാക്കുവാൻ പറ്റും. കുറെ കൂടി ചെറിയ നിരക്കുള്ള ബിരിയാണിയാണ് ഇവിടെ ലഭിക്കുന്നത്. 100 രൂപയും 110 രൂപയും ഒക്കെയാണ് ബിരിയാണിക്ക് പൊതുവെ ഈടാക്കുന്നത്. കേരളത്തിലെ പോലെ 200 രൂപയുടെ ബിരിയാണിക്ക് ഇവിടെ ഡിമാൻഡ് കുറവാണ്. അതുപോലെ കൂൾ ബാറുകൾക്കും നല്ല പ്രസക്തിയുണ്ട്. കൊല്ലം മുഴുവൻ തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിലും ബാംഗ്ലൂർകാർ കൂൾ ഡ്രിങ്ക്സ് കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അതുപോലെ മുൾബാഗൽ, ദോശ പോയിന്റ് പോലെയുള്ള അറിയപ്പെടുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സും ഇവിടെയുണ്ട്. കർണാടകയിൽ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് നടത്തിയാൽ കൂടുതൽ ലാഭം കിട്ടുന്നു. കാരണം കസ്റ്റമേഴ്സ് കൂടുതലായി വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നു. ലിംഗായത്ത് സമുദായവും ബ്രാഹ്മിൺ സമുദായവും പച്ചക്കറി ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ. എന്നാൽ ഗൗഡ സമുദായവും ഇപ്പോൾ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയുടെ കുറുബ സമുദായവും ഇറച്ചിയും മീനും കഴിക്കാറുണ്ട്. എങ്കിലും കർണാടകയിലെ ഒരു പൊതുവായ രീതി മുന്തിയ റെസ്റ്റോറൻറ്റുകളൊക്കെ വെജിറ്റേറിയനും തൊഴിലാളികളും സാധാരണക്കാരും ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ മാത്രം നോൺ വെജിറ്റേറിയനുമാണെന്ന് കാണപ്പെടുന്നു. അതുകൊണ്ടാണ് പൊതുവെ നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിൽ വിലക്കുറവുള്ളതും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ വമ്പിച്ച നിരക്ക് ഈടാക്കുന്നതും. സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് ഹസ്രുധമ എന്ന ഓഡിറ്റോറിയം കല്യാണങ്ങളും ഫംഗ്ഷൻസും നടത്താൻ പറ്റിയതാണ്. ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഈ ഓഡിറ്റോറിയം കോമ്പൗണ്ടിൽ ഒരു സ്വിമ്മിംഗ് പൂളുമുണ്ട്. അതുപോലെ ജ്യോതി ഫാം ലേഔട്ട് ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകളും സ്കൂളുകളുമുള്ള ഒരു ലേഔട്ടാണ്. അതുപോലെ കുമാർ ഹോട്ടൽ ചിലവ് ചുരുങ്ങിയ ഒരു നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. 60 രൂപയ്ക്ക് എഗ് ഫ്രൈഡ് റൈസും 100 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണിയും 150 രൂപയ്ക്ക് മട്ടൺ ചോപ്സും ഇവിടെ നൽകുന്നു. അതുപോലെ പാർക്ക് വ്യൂ റെസ്റ്റോറൻറ്റ് മികച്ച ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. 120 രൂപയ്ക്ക് സ്പെഷ്യൽ ഫലൂദ ഇവിടെ ലഭിക്കും. മികച്ച ഒരു സ്നാക്ക് കൗണ്ടറും ഇവിടെയുണ്ട്. അതുപോലെ അറിയപ്പെടുന്ന റെസ്റ്റോറൻ്റാണ് അൺലിമിറ്റഡ് നോൺ വെജിറ്റേറിയൻ ഫാക്ടറി. ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയുമാണ് ഇവിടുത്തെ പ്രധാന വിഭവങ്ങൾ. ഉച്ചഭക്ഷണത്തിന് 349 രൂപ ചാർജ് ചെയ്യുന്നു. ധാരാളം കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ് അൺലിമിറ്റഡ് നോൺ വെജിറ്റേറിയൻ ഫാക്ടറി. അതുപോലെ വോൾക്സ് വാഗൺ കാറുകൾ റിപ്പയർ ചെയ്യുന്ന ഒരു സർവീസ് സെൻറ്റർ സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുണ്ട്. ധാരാളം വലുപ്പവും വ്യാപ്തിയുമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് വർക്ക്ഷോപ്പുകൾക്കും ഫാക്ടറികൾക്കും പറ്റിയ സ്ഥലമാണ് കനകപുര റോഡ്. ഏതാനും ഗ്രാനൈറ്റ് വിൽപ്പന കേന്ദ്രങ്ങളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അരിഹന്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. BBA, BCA, MBA, MCA തുടങ്ങിയ കോഴ്സുകൾ ഇവിടെ ഓഫർ ചെയ്യുന്നു. മികച്ച സൗകര്യങ്ങളുള്ള ഒരു ആധുനിക ക്യാമ്പസാണ് അരിഹന്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. മലബാർ മാഗസിൻ കോളേജിൻ്റെ പ്രിൻസിപ്പാളിനെയും ലൈബ്രറിനെയും വിദ്യാർത്ഥികളെയും ഇൻ്റർവ്യൂ ചെയ്തു. Dr. Harish Chandra, please tell me about your college and the courses offered by you. Hello, good afternoon, sir. First of all, thank you, Karnataka Magazine, for giving me an opportunity to discuss with you. This is Arihanta Institute of Commerce and Management. Here we have science, commerce, and in degree courses we have BBA, BCA and BCom courses. Right now this year we have started MBA and MCA program also. Post-graduation programs. What about the placement services? Yes, we have last time, in degree we have 59% is, the placement have been recorded, and one of our student has got, highest pay package, that is 5 lakh rupees. How many books? Sir, total 4,718 books. 18 books. Magazines? Magazines, 10 international magazines, 10 national magazines. Sir.
ಪಿ ಯುದಂತಂತಂದರೆ ಟೋಟಲ್ 8 ಮ್ಯಾಗ್ಝಿನ್ಸ್. Okay. Thank you, madam. Myself Gagana, and I took science, and I want to become software engineer. Okay, my name is Gomati. I took science stream, PCMB. My aim is to be a doctor, more specifically an anesthetist. Ramya, and even I am first PUC and I have taken PCMC and I want to become engineer. ಸೊ ನಾನು PCMCನೇ ತೊಗೊಂಡಿದ್ದು. ಐ ವಾಂಟ್ ಬಿಕಮ್ AI ಇಂಜಿನಿಯರಿಂಗ್. Myself Varsha. I took science stream PCMB. I want to become agriculture farmer. Myself Jeevita. I took science PCMB. I want to become a doctor of gynecologist.